കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത അനിത ടെക്സ്കോട്ടുമായി KMSCL നടത്തിയ ഇടപാടിന്റെ രേഖകൾ 24 അനിത ടെക്സ്കോട്ടുമായി കരാർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഉയർന്ന തുകയ്ക്ക് സാൻ ഫാർമയുമായി കരാറിൽ ഏർപ്പെടുന്നത്. PPE കിറ്റ് വിതരണത്തിന് കാലതാമസം ഉണ്ടായതോടെ അനിത ടെക്സ്കോട്ടുമായുള്ള കരാർ റദ്ദാക്കുന്നത് 2020 ഏപ്രിൽ 25 രേഖകൾ വ്യക്തമായി പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. 2020 മാർച്ച് 28-ന് 25,000 PPE കിറ്റ് ഒരെണ്ണത്തിന് 550 രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിക്കുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗമായ KMSCL ഓർഡർ നൽകിയത് 10,000 PPE കിറ്റിന്. ഏപ്രിൽ 10-ന് മുൻപ് വിതരണം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. ആകെ ഓർഡർ തുകയുടെ 50% 30,80,000 രൂപ തുടക്കത്തിൽ തന്നെ നൽകുന്നു. കരാർ ഒപ്പിട്ട് 2 ദിവസം, അതായത് 2020 മാർച്ച് 30-ന് സാൻ ഫാർമയുമായി PPE കിറ്റിന് അടുത്ത കരാർ. ഒരു PPE കിറ്റിന് 1,550 രൂപയ്ക്ക് സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു. അതും 15,000 കിറ്റ്. പിന്നാലെ ഏപ്രിൽ 2-ന് 1,185 രൂപയ്ക്കും ഏപ്രിൽ 6-ന് 1,550 രൂപയ്ക്കും അതേ ദിവസം തന്നെ 1,295 രൂപയ്ക്കും മറ്റ് വിവിധ കമ്പനികളിൽ നിന്ന് PPE കിറ്റ് വാങ്ങുന്നു. അപ്പോഴും 550 രൂപയ്ക്ക് 25,000 കിറ്റ് വാഗ്ദാനം ചെയ്ത അനിത ടെക്സ്കോട്ടുമായുള്ള കരാർ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 10,000 കിറ്റിന്റെ വിതരണത്തിനാണെന്ന് മാത്രം. ഉയർന്ന തുകയ്ക്ക് മറ്റ് കമ്പനികളുമായി സംസ്ഥാന സർക്കാർ കരാർ ഏർപ്പെട്ടതിന് പിന്നാലെ അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി കരാറിൽ നിന്ന് പിന്നോട്ട് പോയി. 10,000 കിറ്റിന് ഓർഡർ സ്വീകരിച്ചെങ്കിലും 5,000 PPE കിറ്റ് മാത്രമാണ് ഏപ്രിൽ 10-ന് മുമ്പ് വിതരണം ചെയ്തത്. ഇതേ തുടർന്ന് ഏപ്രിൽ 25-ന് അനിത ടെക്സ്കോട്ടുമായുള്ള കരാർ KMSCL റദ്ദാക്കി. 5,000 കിറ്റിന്റെ തുക മുൻകൂർ നൽകിയതിനാൽ പിന്നീട് പണവും നൽകേണ്ടി വന്നില്ല. ഈ രേഖകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആരോഗ്യവകുപ്പിന് കുറഞ്ഞ തുകയ്ക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിയല്ല താല്പര്യം, കൂടിയ തുകയ്ക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനിയാണ്. എന്നാൽ അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഈ ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.